വാർത്തകളിലേക്ക് കടക്കണം. ന്യൂയോർക്കിന്റെ പുതിയ മേയറായി സൊഹറാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഖുറാനിൽ കൈവച്ചാകും സത്യപ്രതിജ്ഞ. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിലാകും ചടങ്ങ് നടക്കുക. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ന്യൂയോർക്കിൻ്റെ അല്ലെങ്കിൽ അമേരിക്ക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടാണ്. കടുത്ത ട്രംപ് വിരുദ്ധനായ മംദാനി മേയറായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ന്യൂയോർക്ക് പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ. എന്താണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത? മംദാനി ഇതിലേക്ക് വരുമ്പോൾ, മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? രഞ്ജിത്ത്, ന്യൂയോർക്കിൽ പുതുവർഷം പിറക്കുന്ന നിമിഷത്തിൽ തന്നെയാണ് സൊഹറാൻ മംദാനിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ഇന്ത്യൻ സമയം ഏകദേശം 10:30 സത്യപ്രതിജ്ഞ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്താകും ന്യൂയോർക്കിലെ പുതുവർഷം പിറക്കുക. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു സ്വകാര്യ ചടങ്ങായിട്ടായിരിക്കും നടക്കുക. മൊത്തം 3 സത്യപ്രതിജ്ഞ ചടങ്ങ് സൊഹറാൻ മംദാനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് സിറ്റി ഹാളിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ ഒരു സബ്വേ സ്റ്റോപ്പിലാണ്. ഈ സബ്വേ സ്റ്റോപ്പ് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു സബ്വേ സ്റ്റോപ്പാണ്. 1904 പണി കഴിപ്പിച്ച ഇത് 1945 അടച്ചിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് 1975 നാഷണൽ ലാൻഡ്മാർക്കായി പ്രഖ്യാപിക്കുകയും പിന്നീട് ഒരു ചരിത്ര സ്ഥലമായി 2005 പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്താറുള്ള സ്ഥലമാണ്. ഇത് നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് ഹോളിവുഡ് സിനിമകൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നമുക്കല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും നടന്നതായിട്ട് ഈ അടുത്തൊന്നും നമുക്കറിവില്ല. അപ്പോൾ ആ ഒരു സ്ഥലം തന്നെ സൊഹറാൻ മംദാനി തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ന്യൂയോർക്കിൻ്റെ ചരിത്രവും പാരമ്പര്യവും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, ന്യൂയോർക്കിൻ്റെ വൈവിധ്യം, അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ എല്ലാവരെയും പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ ഖുറാനിൽ കൈവച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് മംദാനി തീരുമാനിച്ചിട്ടുള്ളത്. മൊത്തം 3 ഖുറാനുകളാണ് 3 സത്യപ്രതിജ്ഞ ചടങ്ങിനും വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ പുതുവർഷം പിറക്കുന്ന ആ സമയത്ത് ഈ സബ്വേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും പങ്കെടുക്കുക. ഇതൊരു സ്വകാര്യ ചടങ്ങായിരിക്കും. അതിനുശേഷം സിറ്റി ഹാളിന് പുറത്ത് ഉച്ചയ്ക്ക്, അവിടുത്തെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1 മണിയോടെ വലിയ ഒരു ആർഭാടകരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട് രണ്ടാമത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഏതാണ്ട് 40,000-ലധികം പേർ പങ്കെടുക്കും എന്നാണ് നിലവിൽ അറിയിപ്പ് ലഭിക്കുന്നത്. ഈ സമയത്തായിരിക്കും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് വിജയപ്രഖ്യാപനത്തിന് സൊഹറാൻ മംദാനി എങ്ങനെ വന്നോ അതുപോലെ ഒരു ആർഭാടകരമായിട്ടുള്ള ചടങ്ങ് നമുക്ക് കാണാൻ കഴിയുക ഈ 1 മണിക്കുള്ള സത്യപ്രതിജ്ഞയ്ക്കായിരിക്കും. അതിന് ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും ആ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായിട്ട്. ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ രണ്ടാമത് മറ്റൊരു ഖുറാൻ, തൻ്റെ കുടുംബത്തിൻ്റെ ഖുറാൻ ഉപയോഗിക്കും. ആദ്യത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മംദാനി ഉപയോഗിക്കുന്ന ഖുറാന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതൊരു ഹാർലം നവോത്ഥാനത്തിന് രൂപം നൽകിയ ആഫ്രോ ലാറ്റിനോ എഴുത്തുകാരനായിട്ടുള്ള അർത്തുറോ ഷോബർഗ് എഴുതിയിട്ടുള്ള ഖുറാനാണ്. ഈ അർത്തുറോ ഷോബർഗ് എന്ന് പറയുന്നത് സൊഹറാൻ മംദാനിയുടെ മുത്തച്ഛൻ കൂടിയാണ്. അപ്പോൾ ഈ മുത്തച്ഛൻ എഴുതിയ അദ്ദേഹം വലിയൊരു ചരിത്രകാരൻ കൂടിയാണ്. ആ ഒരു ഖുറാനാണ് അവിടെയുള്ള ന്യൂയോർക്കിലെ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതിൻ്റെ ഒരു അടയാളം എന്നുള്ള രീതിയിൽ മംദാനി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 2 ചടങ്ങുകളും പൂർത്തിയായതിനു ശേഷം സൊഹറാൻ മംദാനിയുടെ ഓഫീസിൽ വെച്ച് ഔദ്യോഗിക സ്വഭാവമുള്ള ഒരു ചടങ്ങ് കൂടി നടക്കും. അതിന് നേതൃത്വം നൽകുന്നത് ന്യൂയോർക്കിൻ്റെ അറ്റോർണി ജനറൽ ആയിട്ടുള്ള ലെറ്റിറ്റിയ ജെയിംസ് ആയിരിക്കും ഈ ഓഫീസിലുള്ള ചടങ്ങിന് നേതൃത്വം വഹിക്കുക. രഞ്ജിത്ത്, സാഹചര്യം ഏതായാലും ഇത് അമേരിക്കൻ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഒന്നുകൂടിയാണല്ലോ സൊഹറാൻ മംദാനി സത്യപ്രതിജ്ഞ. അജയ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യപ്രതിജ്ഞയുടെ പ്രത്യേകതകൾ അജയ് സുധാ ബിജു പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നഗരം കൂടിയാണ് നമുക്കറിയാം ന്യൂയോർക്ക്. ഇവിടെ മംദാനിയെ പോലെ ഒരു കടുത്ത ട്രംപ് വിരുദ്ധൻ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും അവിടുത്തെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുക എന്നുള്ളതും പ്രധാനമാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപുമായിട്ട് ആദ്യം തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്ത ട്രംപ് വിരോധം, അതും പരസ്യമായിട്ട് എതിരാളികൾ പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വരെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളാണ് സൊഹറാൻ മംദാനി ആദ്യം മുതൽ തന്നെ നടത്തിയിരുന്നത്. മംദാനിയുടെ ആദ്യകാല പ്രചരണ വീഡിയോകളെല്ലാം റീൽസായിട്ട് പിന്നീട് പുറത്തു വന്നതെല്ലാം നമ്മൾ കാണണം. ആദ്യം റോഡ് സൈഡിൽ നിന്ന് പ്ലക്കാർഡുകളും പിടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെയാണ് അയാൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത്. അന്ന് അദ്ദേഹത്തിന്
പിന്നിൽ അണിനിരക്കാൻ ആരും ഇല്ലായിരുന്നു എന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പിന്നീടാണ് മംദാനിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കൂടുതൽ ആളുകൾ മുന്നിട്ടിറങ്ങി വന്നത്. പിന്നീട് വലിയൊരു ജനക്കൂട്ടം തന്നെ സൊഹ്റാൻ മംദാനിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഭയപ്പെട്ട ട്രംപ് ഓടി നടന്ന്, അതും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധിക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊരു മുൻ ന്യൂയോർക്ക് മേയറായിരുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ട്രംപ് നേരിട്ടെത്തി പ്രചരണങ്ങൾ നടത്തുന്നു. അയാളുടെ വിജയത്തിന് വേണ്ടി ക്യാമ്പയിനുകൾ നടത്തുന്നു. സൊഹ്റാൻ മംദാനി ജയിച്ചാൽ അത് ന്യൂയോർക്കിൻ്റെ അന്ത്യമായിരിക്കും, ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായങ്ങളെല്ലാം കട്ട് ചെയ്യുമെന്നുള്ള ഭീഷണികളെല്ലാം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ട്രംപ് വിരുദ്ധത അപ്പോഴും മംദാനി പറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ വിജയപ്രഖ്യാപനത്തിൻ്റെ ചടങ്ങിൽ വരെയും കടുത്ത രീതിയിലുള്ള ഒരു ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ന്യൂയോർക്കിൻ്റെ വൈവിധ്യം, ന്യൂയോർക്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പങ്ക്, അവിടെ കുടിയേറ്റക്കാർ കെട്ടിപ്പടുത്ത ഒരു നഗരമാണ് ന്യൂയോർക്ക് എന്നതടക്കമുള്ള പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ഇത്തരത്തിൽ ട്രംപ് വിരുദ്ധത തൻ്റെ രാഷ്ട്രീയം അദ്ദേഹം മുന്നിൽ നിന്ന് പറയുമ്പോഴും ട്രംപിനെ ഒപ്പം ചേർത്തുകൊണ്ട് ന്യൂയോർക്കിൻ്റെ വികസനത്തിൽ ന്യൂയോർക്കിൻ്റെ വികസനത്തിൽ ശ്രദ്ധ ചെലുത്താനും അദ്ദേഹം മറന്നില്ല. അപ്പോൾ അടുത്തിടെ അദ്ദേഹം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വൈറ്റ് ഹൗസിൽ വെച്ച്. ആ സമയത്ത് ഇരുവരും തമ്മിൽ ഈ മറ്റ് കാര്യങ്ങൾ, ന്യൂയോർക്കിൻ്റെ വികസന കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായതായിട്ടാണ് വിവരം. അന്ന് മംദാനി പറഞ്ഞത് ന്യൂയോർക്കിൻ്റെ വികസനത്തിനായി, ഈ ജനങ്ങളുടെ നന്മയ്ക്കായി താൻ ആരുമായും കൈകോർക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ട്രംപും ഏതാണ്ട് ഒരു സമന്വയമായിട്ടുള്ള ഒരു നിലപാടാണ് മംദാനിയോട് സ്വീകരിച്ചത്. തനിക്കെതിരെയുള്ള വാദങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ തൻ്റെ മുന്നിൽ വെച്ച് തന്നെ മടിക്കാതെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ ഒരു ട്രംപിൻ്റെ വാക്കുകൾ, അതെല്ലാം ഒരു രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. എന്തായാലും മംദാനി ഇന്ന് ഔദ്യോഗികമായി തന്നെ അധികാരമേൽക്കുന്നതോടെ ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ അതൊരു പുതിയ അധ്യായം കൂടിയാണ്. എന്തെല്ലാം രാഷ്ട്രീയ കോലാഹലങ്ങളും വടംവലികളുമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട കാര്യം കൂടിയാണ്. തീർച്ചയായും അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.